സ്കിൻ ടെക്സ്ചർ മുതൽ ഹെയറിന്റെ ഡീറ്റെയിൽസ് വരെ കളർ പെൻസിൽ ഉപയോഗിച്ച് വരച്ച് ഒരാളുടെ ഫേസ് സിമ്പിളായിട്ട് മനോഹരമായിട്ട് കംപ്ലീറ്റ് ആക്കാൻ പഠിപ്പിക്കുന്ന ക്ലാസ്സിന്റെ ഡേ 3യിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പാരൽ ഹാച്ചിങ് ചെയ്തിട്ട് അതിന്റെ മുകളിൽ പാരൽ ഹാച്ചിങ് ഉപയോഗിച്ചിട്ട് അതിന്റെ ഡിഫറൻറ്റ് സ്കിൻ ടോൺ കൊണ്ടുവരാനായിട്ട് പഠിച്ചു. ഇപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്നത് വേറൊരു ഡിഫറെന്റ് ടെക്നിക്കാണ്. അതിനെ സ്കംബ്ലിംഗ് എന്നാണ് പറയുക. സ്കംബ്ലിംഗ് എന്ന് വെച്ചാൽ നമ്മൾ പെൻസിൽ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ നമ്മൾ കുത്തി വരയ്ക്കില്ലേ, അതുപോലെ നമുക്ക് ഷെയ്ഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇങ്ങനെ സ്കംബ്ലിംഗ് ടെക്നിക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി സ്കിൻ ടെക്സ്ചറിന്റെ ഒരു എഫക്റ്റ് നമുക്ക് കൊണ്ടുവരാനായിട്ട് പറ്റും. ഇപ്പോൾ ഇതിലൊരു ഓറഞ്ച് ടോൺ കൊണ്ടുവരണം, അതിനോടൊപ്പം സ്കിന്നിന്റെ ആ ഒരു ടെക്സ്ചറും കൊണ്ടുവരുന്നത് വിചാരിക്കാം. അപ്പോൾ നമ്മൾ ടോപ്പിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ജസ്റ്റ് ഇങ്ങനെ സ്കംബിൾ ചെയ്ത് താഴത്തേക്ക് വരികയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ജസ്റ്റ് മൈന്യൂട്ടായിട്ടുള്ള ചെറിയ ഒരു സ്കിന്നിന്റെ ടെക്സ്ചറിനോട് സാമ്യമുള്ള ഒരു ടെക്സ്ചർ കാണാനായിട്ട് സാധിക്കും. താഴെയുള്ള പാരൽ ഹാച്ചിങ്ങിനെ നമ്മൾ കവർ ചെയ്തിട്ട് സ്കംബ്ലിംഗ് വഴി നമ്മൾ അടുത്ത ലെയർ ചെയ്യാണ്. ഞാൻ ബ്രൗൺ കളർ വെച്ച് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ സ്കംബ്ലിംഗ് ചെയ്യുകയാണെങ്കിൽ അത് അവസാനത്തെ സ്റ്റേജിൽ വേണം ചെയ്യാനായിട്ട്. ഒരുപാട് തവണ സ്കംബ്ലിംഗ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അധികം ലെയേഴ്സ് പോസിബിൾ ആയി എന്ന് വരില്ല. പേപ്പറിൽ ചെറിയൊരു ടെക്സ്ചർ ഓൾറെഡി ഉണ്ടാവുമല്ലോ, ചെറിയ കുഴികൾ ഉണ്ടാവുമല്ലോ, അതിലേക്കൊക്കെ കളർ ഫില്ലാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അടുത്ത ലെയർ ചെയ്യുന്ന സമയത്ത് ഇതിൽ കളർ പിടിക്കാത്തൊരവസ്ഥ വരും, പ്രത്യേകിച്ച് വാക്സ് ബേസ്ഡ് ആയതുകൊണ്ട് തന്നെ. അപ്പോൾ പേപ്പറിൽ വളരെ പെട്ടെന്ന് നല്ലൊരു സ്മൂത്ത് സർഫസ് അത് ഉണ്ടാക്കും. അത് കഴിഞ്ഞാൽ നമുക്ക് ഫേസിലുള്ള ചെറിയ ലൈൻസും ഡോട്ടൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം. ചെറിയ ബ്ലാക്ക് പെൻസിൽ ഉപയോഗിച്ചിട്ട് ചെറിയ ലൈൻസ് നമുക്ക് ഇതുപോലെ ഇടാം. ചെറിയ ഡോട്ടൊക്കെ ഉണ്ടെങ്കിൽ, ഇപ്പോൾ ചെറിയ റെഡ് ഡോട്ടൊക്കെ ഫേസിൻ്റെ അകത്തുണ്ടെങ്കിൽ ഇത് റെഡ് പെൻസിൽ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ഡോട്ടൊക്കെ ഇടാം. അപ്പോൾ സ്കിന്നിൻ്റെ ആ ഒരു ടെക്സ്ചർ കുറച്ചും കൂടി നമുക്ക് വെൽ ഡിഫൈൻഡ് ആക്കി എടുക്കാനായിട്ട് ഈ ഒരു പ്രോസസ്സിലൂടെ സാധിക്കും. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ആ റെഡ് പെയിന്റ് അദ്ദേഹത്തിൻ്റെ ഫേസിലുണ്ട്. ഇവിടെ ചെയ്ത മെത്തേഡ് ഞാൻ ആക്ച്വലി ഒരു നോർമൽ റെഡ് കളറാണ് ആദ്യം എടുത്തത്. എന്നിട്ട് ആ പെയിന്റ് എങ്ങനെയാണോ വീഴുന്നത് അതുപോലെ വരച്ചു. അത് കഴിഞ്ഞിട്ട് ഹൈലൈറ്റ് ഞാൻ മാർക്ക് ചെയ്തു. എന്നിട്ട് പാരൽ ഹാച്ചിങ് ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ അകത്ത് കളർ ഫില്ല് ചെയ്യാണ് ചെയ്തത്. ഇങ്ങനെ കളർ ഫില്ല് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഹൈലൈറ്റ് കറക്റ്റായിട്ട് ഒഴിച്ചിടാനായിട്ട് ശ്രദ്ധിക്കണം. കാരണം കളർ പെൻസിൽ ആയതുകൊണ്ട് നമ്മൾ മോണോ സീറോ ഇറേസറോ ഒക്കെ വെച്ചിട്ട് മായ്ച്ച് ഹൈലൈറ്റ് ഉണ്ടാക്കാന്ന് വെച്ചാൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. എവിടെയാണോ ഡാർക്കസ്റ്റ് ഷാഡോ വരുന്നത് അത് ഞാൻ ഡയറക്റ്റ് ആയിട്ട് ബ്ലാക്ക് വെച്ചിട്ട് കൊടുക്കുകയാണ്. ഇനി അത് കഴിഞ്ഞ് ഞാൻ ചെയ്തത് അതിൻ്റെ മിഡിൽ ടോൺ ആണ്. നല്ലൊരു ഡാർക്ക് റെഡ് എടുത്തിട്ട് ആ ബ്ലാക്ക് ചെയ്ത ഭാഗങ്ങൾ അവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രഷർ കൊടുത്തിട്ട് അതൊന്ന് ബ്ലെൻഡ് ചെയ്ത് ഇങ്ങനെ ഇട്ടു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു കാര്യം കൂടി ചെയ്തു. എല്ലായിടത്തും ഹൈലൈറ്റ് വൈറ്റ് അല്ലായിരുന്നു ആ ഒരു റെഫറൻസ് പിക്ചറിൽ. ചെറിയൊരു പിങ്ക് പോലത്തെ ഹൈലൈറ്റ് ആയിരുന്നു. ചെറിയൊരു പിങ്ക് കളർ എടുത്തിട്ട് ഹൈലൈറ്റ് ജസ്റ്റ് കളർ മാറ്റം വരുത്തിയിട്ടുണ്ട്. ഏറ്റവും ഡാർക്ക് വരുന്ന ഭാഗങ്ങളിൽ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ഫേസിലുള്ള പെയിന്റിന്റെ കളർ നമ്മൾ ചെയ്തത്. വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ചിത്രകല പഠിച്ച് നല്ല ചിത്രങ്ങൾ വരയ്ക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് നമ്മുടെ ഓൺലൈൻ ആർട്ട് ക്ലാസ്സിന്റെ കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് താഴെ ആർട്ട് ക്ലാസ് എന്നൊന്ന് കമന്റ് ചെയ്തോളൂ. അതിനുശേഷം നിങ്ങളുടെ ഇൻബോക്സിലോട്ട് നിങ്ങൾക്ക് യോജിച്ച കോഴ്സ് സെലക്ട് ചെയ്യാനുള്ള നെക്സ്റ്റ് സ്റ്റെപ്സ് ഞാൻ അയക്കുന്നുണ്ടായിരിക്കും. സോ ആ സ്റ്റെപ്പ് ഫോളോ ചെയ്യുക, എന്നിട്ട് ക്ലാസ്സിലോട്ട് ജോയിൻ ചെയ്യുക.